എന്താച്ചാ? ശക്തി അയക്കൂ. അയക്കാം. കറക്റ്റ് ആയിരിക്കുമല്ലോ, അയക്കൂ. ശരി അച്ഛാ. അമ്മേ, ആള് കുടുങ്ങി കേട്ടോ. അച്ഛാ, ആകുന്നോണ്ട് കുഴപ്പമില്ല. എന്താകാനാ? പോലീസ് അയക്കൂ. ശരി അച്ഛാ. എന്താകാനാ? പോലീസോ? അച്ഛാ, ഞാൻ ചാകാൻ പോലും തയ്യാറാ. പക്ഷെ പോലീസൊന്നും ആകില്ല അച്ഛാ, നടക്കില്ല. നടന്നതെല്ലാം കണ്ടതല്ലേ? ഇനി അതെല്ലാം ശ്രദ്ധിച്ചാ പോരെ? നമ്മളെ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നീ പോലീസ് ആവണം. അതുകൊണ്ട് നിന്നെ പോലീസ് ആക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊന്നും നടക്കില്ല അച്ഛാ. നടക്കും, നടന്നേ തീരും. നടക്കില്ല അച്ഛാ, നടക്കും. അത് നടക്കില്ല സാറേ. എന്താ സാറേ? എന്തായാലും സാറ് പോലീസ് ആവും. 20 വർഷമായില്ലേ സാറേ ഈ വേഷം. ഞാൻ കാക്കി ഉടുപ്പ് ഇട്ടോട്ടെ. ഇടിച്ചെന്നിട്ട് അയ്യോ, എന്നെ കൊല്ലല്ലേ! അയ്യോ, എന്നെ കൊല്ലല്ലേ! ഹേയ്, പിടിക്കടാ അവനെ. അയ്യോ, ഞാൻ അടിവസ്ത്രം ഇട്ടിട്ടില്ല, ചെയ്യരുത്. പിടി, പിടി, പിടി. മൂന്ന് വാക്ക് എഴുതാൻ വേണ്ടി ഉള്ള ശക്തി മുഴുവൻ നീ വെറുതെ കളഞ്ഞല്ലോടാ. ഒരൊപ്പിട്ട് കൊടുത്താ പോലീസ് ആകുമല്ലേ? എഴുത്. എന്താണോ ഇവിടെ ഗ്രൂപ്പായിട്ട് എല്ലാം കൂടെ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് ഗ്രൂപ്പ് 1 എക്സാം അല്ലേ? അതാ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത്. അപ്പൊ ക്വാർട്ടർലി എക്സാം ആണെ ക്വാർട്ടർ അടിച്ചോണ്ട് എഴുതുവോ? ഹാഫ്ലി എക്സാം ആണെ ഹാഫ് അടിച്ചോണ്ട് എഴുതുമായിരിക്കും അല്ലേ? എഴുതേക്ക്. എക്സാം എഴുതുന്നോ മാത്രം മതി ഇവിടെ, ബാക്കിയെല്ലാം പുറത്തു പോകും. ഇവിടെ പോകാൻ പറഞ്ഞില്ലേ എന്നോട്? ഓ ചേട്ടാ, പരീക്ഷ ജയിച്ചെങ്കിലല്ലേ പോലീസ് ആകുള്ളൂ. റിസൾട്ട് വന്ന് കാണുമല്ലേ? എന്തെങ്കിലും എഴുതി വെച്ചെങ്കിലല്ലേ ഞാൻ ജയിക്കുള്ളൂ. ഈ ഞാൻ എവിടുത്തെ പോലീസ് ആകാനാ? ആയി കഴിഞ്ഞു. എന്താ ആയെന്ന്? ഒന്നുകൂടെ പറഞ്ഞേ. ശക്തി, പിന്നെ ഞങ്ങളൊക്കെ എന്തിനാടാ ഇവിടെ ഉള്ളത്? നിന്നെ അങ്ങനെ ആക്കാതെ വിടുവോടാ? നിന്റെ അച്ഛൻ വിചാരിച്ച എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടോ? അവന്റെ നോട്ടം കണ്ടില്ലേ? ശക്തി, മോൻ പോലീസൊന്നും ആകണ്ട. ഞാൻ പോലീസ് ആകുന്നത് അച്ഛൻ ഇത്രയും സന്തോഷമാണെങ്കിൽ ഞാൻ ആകാമേ. ചെറുപ്പം തൊട്ട് എന്റെ മോന് കാക്കി ഇഷ്ടമല്ലാത്തല്ലേ? അച്ഛന് ദേഷ്യം വരുമ്പോൾ കണ്ണ് ചുവന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ കണ്ണ് നിറഞ്ഞ് ഞാൻ അന്നാണ് കണ്ടത്. ഇനി ഒരിക്കലും അച്ഛനെ ഞാൻ അങ്ങനെ കാണാൻ പാടില്ലമ്മേ. അച്ഛൻ്റെ ആഗ്രഹമല്ലേ.
പോലീസ്. അയ്യോ, എനിക്ക് പണി തരാൻ റെഡിയായിട്ട് നിൽക്കല്ലേ? ഓടോ. മാല എവിടെ? സാർ, ഈ മാല ആരാ ഒന്ന് കഴുത്തിലിട്ട് തരുന്നത്? ഒന്ന് വേഗം ഇട്. ആ ആ About time. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായടാ. ആഹാ, ബ്രില്യന്റ് ക്യാച്ച്. അന്ന് നിന്റെ ടേൺ, ഇന്ന് എന്റെ ടേൺ. എങ്ങനെയുണ്ട് മോളെ ഈ പിടുത്തം? ഇന്ന് മുതൽ മാല പടക്കം പോലങ്ങ് തുടങ്ങുമല്ലേ? About time. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എല്ലാം കഴിഞ്ഞല്ലോ. Listen to me carefully, be serious. ഈ മധുര സിറ്റിയുടെ ചുറ്റളവ് എത്രയാണെന്നറിയാമോ? തലയിലെ തൊപ്പിയേക്കാളും വലുതാണല്ലോ നിങ്ങളുടെ കുടവയർ. അതെന്താ? നിന്റെ കോടല് വെളി വരും. ഫു, നാണം കെട്ടവന്മാര്. 25 കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ഈ സിറ്റി, ഇത് കൺട്രോൾ ചെയ്യാൻ ഒരു കമ്മീഷണർ, 7 ACP, ഒരു ACPക്ക് താഴെ 56 ഇൻസ്പെക്ടർ, 76 സബ് ഇൻസ്പെക്ടർ, 562 കോൺസ്റ്റബിൾസും ഉണ്ട്. എന്നിട്ട് എന്താണ് ഇത്രയും കുറ്റങ്ങൾ ഇവിടെ നടക്കുന്നത്? പിടിച്ചുപറി, പോക്കറ്റടി, അങ്ങനെ 1412. സേട്ടുകടയിൽ ദ്വാരമിടുന്നു, ആളില്ലാത്ത വീട്ടിൽ എത്തിനോട്ടം, അങ്ങനെ 626. ഇങ്ങനെ മുഴുവനും ഒരു 50 ഗാങ് ആയിട്ട് പിരിഞ്ഞിരിക്കുക. കൊട്ടേഷൻ സംഘം, അടിപിടി കേസ്, അങ്ങനെ ഒരു 15 ഗാങ്. ആ 15 ഗാങ്ങിൽ ഒരു 416 റൗഡികളുണ്ട്. ഇതുവരെ നടന്നതെല്ലാം പോയിക്കോട്ടെ. ഇനി മുതൽ, ഈ നിമിഷം മുതൽ മധുരയിൽ കൊല, കൊള്ള, കൊട്ടേഷൻ, റൗഡീസം, ഇല്ലീഗൽ ബിസിനസ് എന്തെങ്കിലും നടന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും സാർ. ചെരിപ്പൂരി അടിക്കും ഞാൻ. വല്ല കാര്യമുണ്ടോ? മനസ്സിൽ സുരേഷ് ഗോപിയാവുന്ന വിചാരം. ആക്ഷൻ എടുക്കുന്നവന്റെ കയ്യും കാലം വെട്ടിയെടുക്കും ഞാൻ. ആക്ഷനും എടുക്കാൻ പാടില്ല, റിയാക്ഷനും കാണിക്കാൻ പാടില്ല. കാരണം എന്താ? അതെ, എല്ലാവരും എന്റെ മാമനും മച്ചാനും ഒക്കെയാ. മനസ്സിലായല്ലോ? പറഞ്ഞത് മനസ്സിലായില്ല. എന്താണാവോ പറഞ്ഞത്? അതായത് തുടക്കമെല്ലാം അടിപൊളിയായിരിക്കും, പിന്നീടല്ലേ നിക്കറ് കീറുന്നത്. സാറേ, യെസ്. അതെ, അകത്തേക്ക് പോയി ചാർജ് എടുത്താലോ? പല പോലീസുകാരും ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ ചാർജ് എടുത്ത് കണ്ടിട്ടുണ്ടോ? എൻ്റെ ചാർജ് കാണിക്കട്ടെ. അമ്മാവോ, ഈ മാമൻ എന്നോട് പോലീസായിട്ട് ചാർജ് എടുക്കാൻ പറയുവാ. ചാർജ് എടുത്തേക്കട്ടെ ഞാൻ? ശരി, ഓക്കേ. ഐ എം വെരി ഹാപ്പി. എന്താ ശക്തി, പോലീസെല്ലാം വീടിനകത്തേക്ക് വരുന്നത്? ആ, തെറ്റ്. പിന്നെ നീ എഴുതിയ FIR-ല്ലേ, ആ 4 പേരും ഞാൻ ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തത്. അവരെല്ലാം വെറുതെ വിട്ടേരെ. നടക്കില്ല. ആ, നീ ഇപ്പോൾ പോ, പിന്നെ സംസാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മാറ്റമില്ല. എന്നോട് ദേഷ്യമാ? ദേഷ്യം തന്നെയാ. എന്നോടാണ് എനിക്ക് ദേഷ്യം. ഇവിടെയുള്ള എല്ലാവരോടും ദേഷ്യമാ. നിനക്കിഷ്ടമില്ലാത്ത വേഷമിട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച എനിക്കിഷ്ടമില്ലാത്ത എന്തോ നീ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ പറ്റിയത്? ഇനിയൊന്നും വേണ്ട, എല്ലാം വിട്ടേക്ക്. തെറ്റാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ എനിക്കെല്ലാം ശരിയായിട്ടാണ് തോന്നിയത്. എന്നാൽ ഈ വേഷത്തിൽ നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ടാ തോന്നുന്നേ. എൻ്റെ അച്ഛൻ തെറ്റെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ശക്തി, നല്ലത് ചെയ്യുമ്പോൾ ചിലത് തെറ്റായി തീരും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയമായതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അന്നത്തിൽ ചോരയുടെ മണമുണ്ടച്ചാ. ഇത്രയും കാലം അത് തന്നെയല്ലേ കഴിച്ചത്? അപ്പം അറിയില്ലായിരുന്നു. ഇപ്പം മനസാക്ഷി. മണ്ണാങ്കട്ട, പറയുന്നത് മാത്രം ചെയ്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പോലീസുകാരനായില്ലേ? എങ്കിൽ ഞാനിപ്പോൾ പറയുവാ, നല്ലവനായിക്കോ. ശക്തി, ഈ ശിവൻ എന്ത് കേൾക്കണമെന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കണം നീ പറയേണ്ടത്.
നീ പറയുന്നൊന്നും ഈ ചെവി കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കില്ല? കേൾക്കണം. കേട്ടേ പറ്റൂ. ശക്തി, ആരോടായി പറയുന്നത്? എന്റെ അച്ഛനോട്. ശക്തി, എതിർക്കാൻ നീ തീരുമാനിച്ചല്ലേ? മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കുക. എന്തു മാറ്റാൻ? നിങ്ങളെ ഒരു മനുഷ്യനായിട്ട്. അപ്പൊ എന്നെ പോലെ ആവണമെന്ന് പറഞ്ഞതോ? അന്ന് പറഞ്ഞതിൽ ഞാൻ പശ്ചാത്തപിക്കുക. ശക്തി, നോക്കിയും കണ്ട് സംസാരിക്കേ. കണ്ടിട്ട് തന്നെയാ, കണ്ടതുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒന്നും അറിയാൻ പാടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പായ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുക. മതി. ശക്തി, ഈ ശിവനെ നീ അടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. എതിരാളിയായി കണ്ടിട്ടുണ്ടോ? തന്റെ ഇടമുണ്ടോ? എട്ട് വയസ്സുള്ളപ്പോ നിനക്ക് ദേഷ്യം വരുമ്പോ നീ കല്ലെടുക്കുമായിരുന്നു. ഈ ശിവൻ കത്തിയെടുത്തവനാടാ. ഇനി എടുക്കാൻ സമ്മതിക്കില്ല. അന്ന് എന്റെ അച്ഛൻ മരിച്ചപ്പോഴാ ഈ കാക്ക് ഞാൻ വെറുത്തത്. ഇന്ന് നിങ്ങൾ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാക്കിയിട്ട് വന്നത്. ഇനി എന്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കടാ. ഈ ശിവൻ എല്ലാത്തിന്റെ മേലെയാ. അല്ല, നിങ്ങൾ എല്ലാത്തിനും മേലെ അല്ല. ഈശ്വരനും അധിപനും പോലീസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇല്ല, ഞാൻ എന്റെ ഈ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാൽ എന്റെ മുമ്പിൽ ഒരുത്തനും നിവർന്നു നിൽക്കില്ല. ഞാൻ നിൽക്കും. ഈ ശിവനെതിരെയോ? അതെ. തോറ്റുപോകും. ജയിക്കും ഞാൻ. ഈ ശിവനില്ലെങ്കിൽ പിന്നെ ശക്തിയില്ല. ശക്തിയില്ലെങ്കിൽ ഇവിടെ ഒരുത്തനും കാണില്ല.